ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE വിലക്കേർപ്പെടുത്തിയിട്ട് 3 മാസം പിന്നിടുകയാണ്. ഇതോടെ അവധിക്ക് നാട്ടിൽ പോയ ലക്ഷക്കണക്കിന് പ്രവാസികൾ ദുരിതത്തിലും ആശങ്കയിലുമാണ് കഴിഞ്ഞു പോരുന്നത്. ജോലി ആവശ്യാർത്ഥവും മറ്റും അടിയന്തരമായി UAEയിലെത്തേണ്ട മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ യാത്രയ്ക്ക് മറ്റു വഴികൾ തേടുകയാണ്. എന്നാൽ ഈ മാസം തന്നെ വിലക്ക് അവസാനിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി. മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് ഓഗസ്റ്റ് 2 വരെ വിമാന സർവീസിലെന്ന് അബുദാബി ആസ്ഥാനമായ UAEയുടെ ഇത്തിഹാദ് എയർവേസ് അറിയിച്ചിരിക്കുകയാണ്. സാമൂഹിക മാധ്യമത്തിൽ വിമാന സർവീസ് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ച ഉപഭോക്താവിനെയാണ് ഇത്തിഹാദ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. യാത്രാ വിലക്ക് സംബന്ധിച്ച് അധികൃതർ അറിയിപ്പൊന്നും നൽകാത്ത സാഹചര്യത്തിൽ സർവീസ് പുനരാരംഭിക്കുന്നത് വീണ്ടും നീണ്ടേക്കുമെന്നും കമ്പനി അറിയിക്കുകയുണ്ടായി. നേരത്തെ ജൂലൈ 31 വരെ വിമാനമുണ്ടാകില്ലെന്നാണ് ഇത്തിഹാദ്, എമിറേറ്റ്സ്, എയർ ഇന്ത്യ കമ്പനികൾ അറിയിച്ചിരുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം യാത്ര പുനരാരംഭിക്കുന്നതിന് ചില ഇടപെടലുകൾ ജൂലൈ ആദ്യവാരത്തിൽ തന്നെ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് തുടക്കത്തിലെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മലയാളികളടക്കമുള്ള പ്രവാസികൾ കഴിഞ്ഞിരുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 24 മുതലാണ് ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യക്ക് പുറമെ 15 രാജ്യങ്ങളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ UAE പൗരന്മാർ, അവരുടെ അടുത്ത ബന്ധുക്കൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, നേരത്തെ അനുമതിയെടുത്ത ഔദ്യോഗിക പ്രതിനിധികൾ, ഗോൾഡൻ, സിൽവർ വിസയുള്ള താമസക്കാർ, കാർഗോ, ട്രാൻസിറ്റ് വിമാനങ്ങളുടെ ജീവനക്കാർ, പ്രത്യേക അനുമതി ലഭിച്ച ബിസിനസ്സുകാർ, സുപ്രധാന മേഖലയിലെ ജീവനക്കാർ, എക്സ്പോ 2020യിൽ പങ്കെടുക്കുന്നവർ എന്നിവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്രയ്ക്ക് അനുമതി നൽകി വരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ വിലക്ക് നീളുമ്പോൾ പല വഴികൾ തേടുകയാണ് പ്രവാസികൾ. ഇത്തരത്തിൽ എളുപ്പത്തിൽ വരാവുന്ന വഴികളിൽ ഒന്നാണ് അർമേനിയ സന്ദർശിച്ചുള്ള യാത്ര. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഇവിടെ 14 ദിവസം താമസിച്ചാൽ UAEയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഏപ്രിൽ 24-നായിരുന്നു UAE ദേശീയ ദുരന്ത നിവാരണ സമിതി ആദ്യമായി ഇന്ത്യയിൽ നിന്ന് 10 ദിവസത്തെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. മെയ് 5-ന് വിലക്ക് നീട്ടി. തുടർന്ന് പല പ്രാവശ്യം നീട്ടിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ അനിശ്ചിതമായ യാത്രാ വിലക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഗോൾഡൻ നിക്ഷേപ വിസക്കാർക്ക് പ്രത്യേക വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. വൈകാതെ യാത്രാ വിലക്ക് പൂർണ്ണമായും നീക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികൾ അർമേനിയ വഴിയുള്ള പ്രത്യേക ടൂർ പാക്കേജ് തന്നെ ഒരുക്കുന്നുണ്ട്. 1,20,000 മുതൽ 1,40,000 രൂപ വരെയാണ് നിരക്ക് ഈടാക്കി വരുന്നത്. നിരക്കനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഖത്തറും ഓൺ അറൈവൽ വിസ പ്രഖ്യാപിച്ചതോടുകൂടി UAEയിലേക്ക് എത്തിച്ചേരാൻ പ്രവാസികൾ ഈ വഴിയും തേടുകയാണ്. എന്നാൽ ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്ന നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.